കോൺഗ്രസിന്റെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയും ആലപ്പുഴ എംപിയുമായ കെ.സി. വേണുഗോപാലിന് കാർ സമ്മാനിച്ച് രാഹുൽ ഗാന്ധി. താൻ ഉപയോഗിച്ചിരുന്ന ടൊയോട്ട ഇന്നോവ ക്രിസ്റ്റ കാറാണ് കെ.സിക്ക് രാഹുൽ ഗാന്ധി നൽകിയത്. ഈ കാറിലാണ് കെ.സി. വേണുഗോപാൽ ലോക്സഭാ സമ്മേളനത്തിന്റെ ആദ്യ ദിവസം എത്തിയത്. നേരത്തെ ടൊയോട്ടയുടെ എത്തിയോസ് കാറാണ് കെ.സി. വേണുഗോപാൽ ഉപയോഗിച്ചിരുന്നത്. അതേസമയം പാർട്ടി നടത്തിയ ക്രമീകരണം മാത്രമാണ് ഇതെന്നാണ് കെ.സി. വേണുഗോപാൽ പറഞ്ഞത്. പാർട്ടി ആവശ്യങ്ങൾക്കായി മാത്രമേ ഈ കാർ താൻ ഉപയോഗിക്കുകയുള്ളൂ എന്ന് കെ.സി. പറഞ്ഞു. ഇത് എ.ഐ.സി.സി തന്ന കാറാണ്. രാഹുൽ ഗാന്ധിയുടെ കാർ ഞങ്ങൾ മാറ്റി. രാഹുൽ ഉപയോഗിച്ച കാർ എ.ഐ.സി.സിക്ക് വിട്ടുതന്നു. അത് ഞാൻ പാർട്ടിയുടെ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു. പാർട്ടിയുടെ കാറാണ്, കെ.സി. വേണുഗോപാൽ പറഞ്ഞു. കെ.സി. വേണുഗോപാലും രാഹുലും കടുത്ത സുഹൃത്തുക്കൾ കൂടിയാണ്. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. അതേസമയം 18ാം ലോക്സഭയുടെ സമ്മേളനം നടക്കുകയാണ്. പ്രധാനമന്ത്രി മോദി ഉൾപ്പെടെയുള്ള അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്തു. പ്രധാനമന്ത്രി മോദിയാണ് ആദ്യം സത്യപ്രതിജ്ഞ ചെയ്തത്. ലോക്സഭയിൽ എംപിമാരുടെ സത്യപ്രതിജ്ഞ പുരോഗമിക്കുകയാണ്. കേരളത്തിൽ നിന്നുള്ള എംപിയും കേന്ദ്രമന്ത്രിയുമായ സുരേഷ് ഗോപി സത്യപ്രതിജ്ഞ ചെയ്തു. കേരളത്തിൽ നിന്നുള്ള മറ്റ് എംപിമാരുടെ സത്യപ്രതിജ്ഞ വൈകുന്നേരം നടന്നു. അൽസലാമ ഐ ഹോസ്പിറ്റൽ 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി. ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ, എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ. അൽസലാമ ഐ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.